തിരുവനന്തപുരത്ത് ഭിന്നശേഷി കുട്ടിക്ക് ക്രൂരമർദ്ദനം. ശ്രീ കാരുണ്യ മിഷൻ പുവർ ഹോമിലാണ് സംഭവമുണ്ടായത്. കുട്ടിയുടെ കൈകൾ കയർ കൊണ്ട് കൂട്ടിക്കെട്ടി, കൈയിൽ നീരുകളും പാടുകളുമുണ്ട്. ട്രെയിനിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയ കുഞ്ഞിനെ ശ്രീ കാരുണ്യ മിഷൻ ഹോമിൽ പാർപ്പിക്കുകയായിരുന്നു. വിവരങ്ങളുമായി നൗഫൽ കൂടി ചേരുന്നുണ്ട്. നൗഫൽ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ഈ കുട്ടിയെ ഉപേക്ഷിച്ച നിലയിലാണോ പിന്നീട് കണ്ടെത്തിയത്? വന്തിക കഴിഞ്ഞ ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് ട്രെയിനിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ഒരു കുട്ടിയെയാണ് നെയ്യാറ്റിക്കരയിലുള്ള ഈ കാരുണ്യ മിഷൻ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറയുന്ന പുവർ ഹോമിലേക്ക് എത്തിക്കുന്നത്. CWC ആണ് ആ കുഞ്ഞിനെ അവിടെ ഏൽപ്പിക്കുന്നത്. ഇപ്പോൾ അവർ നൽകുന്ന വിശദീകരണം ഈ സംഭവത്തിൽ, അതായത് ഈ കുട്ടി നിരന്തരം, അതായത് ഈ വൈകല്യം നേരിടുന്ന ഒരു കുട്ടി കൂടിയാണ്. നിരന്തരം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള ശ്രമം നടത്തിയിരുന്നു. അത്തരത്തിൽ ആ സ്ഥാപനവും അതിന്റെ അധികൃതരും പലതവണയായി അതിനെ തടഞ്ഞിരുന്നു. പിന്നീട് മുകളിലത്തെ ഈ കെട്ടിടത്തിന്റെ തന്നെ മുകളിലത്തെ നിലയിൽ കുഞ്ഞിനെ ഒറ്റയ്ക്ക് പാർപ്പിക്കുകയും ചെയ്തിരുന്നു. അവിടെ നിന്നും രക്ഷപ്പെടാൻ കൂടി കുഞ്ഞ് ശ്രമിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഈ മുറിവൊക്കെ ഉണ്ടായത് എന്നാണ് ആ അധികൃതർ നൽകുന്ന വിശദീകരണം. ഇന്നും സമാനമായ നിലയിൽ ഇങ്ങനെ ഒരു സംഭവം കുട്ടി രക്ഷപ്പെടാനുണ്ടായപ്പോൾ വേറെ ഗതികേടുകൾ ഇല്ലാതെ അവർ ഇതിനെ കെട്ടിയിടാൻ നിർബന്ധിതരായി എന്ന ഒരു ന്യായം കൂടിയാണ് അവർ പറയുന്നത്. എന്ത് തന്നെയായാലും അങ്ങനെ കെട്ടിയിട്ടപ്പോൾ ആ കെട്ട് അഴിക്കാൻ സംബന്ധിച്ച് ഉണ്ടായ നീരാണ് ശരീരത്തിൽ ഉണ്ടായതെന്ന് അവർ വിശദീകരണം പറയുന്നു. എന്തു തന്നെയായാലും ഇപ്പോൾ CWC തന്നെ നേരിട്ട് ഈ സംഭവത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കുഞ്ഞിനെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. അവന്തിക. ശരി, നൗഫലാണ് വിവരങ്ങൾ നൽകിയത്.